ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എല്ലാവരും ഉത്രാടമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചിരിക്കുമായിരിക്കും. ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഓണം ലീവൊക്കെ ആയതുകൊണ്ട്, സൺഡേ ആയതുകൊണ്ട് പിന്നെ പിള്ളേരെ പുറത്ത് കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവിൽ ഗുണ കേവ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി നമ്മൾ എന്താ പറയുക, മറൈൻ ഡ്രൈവിൽ ഒരുപാട് ഇങ്ങനെ എക്സ്പോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു തീമെന്ന് പറയുമ്പോൾ ഒരേ തീമായിരിക്കും. അകത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഗുണ കേവ് എന്ന് പറയുമ്പോൾ ഞാനോർത്ത് അതിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസമായിട്ട് ഇങ്ങനെ ഉള്ള കേവൊക്കെ കാണിക്കുന്നതായിരിക്കും എന്നോർത്തു. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇതിങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഹൊറർ സൗണ്ടും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കുറച്ച് സൗണ്ടും പിന്നെ കുറച്ച് ഇങ്ങനെ ഇരുട്ടിലൂടി പോകുന്നതാണ്. പിള്ളേരെന്തായാലും പേടിച്ച്, കാരണം ഇതിനു മുമ്പ് നമ്മൾ പോയപ്പോൾ നമ്മളിങ്ങനെ ആരെങ്കിലും കടിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടാവും, നമ്മളിങ്ങനെ പിടിക്കാൻ വരുന്ന പോലെ ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നും സംഭവമില്ല, ജസ്റ്റ് അങ്ങനെ നടന്നു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മരത്തിൽ വവാലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അങ്ങനെ സംഭവങ്ങൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും എന്താ പറയുക, ഒരു ഗുണ കേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായി. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തോ വലിയ സംഭവം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ആക്ച്വലി പറയാൻ പോയാൽ ആ ഒരു നമ്മളത്ര ഒന്ന് ഇതാവണ്ട, കാരണം എക്സ്പെക്റ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തോ കാണാനുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവിടെ. നോർമലായിട്ട് നമ്മളങ്ങനെ നടന്നു പോകുന്ന ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് മരങ്ങളും കാടുകളും ഇങ്ങനെ ഇതൊക്കെ പല പ്രാവശ്യം തീമായിട്ട് നമ്മളിവിടെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ 100 രൂപ കൊടുത്ത് അകത്ത് കയറുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഗുണ കേവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അത് ടോട്ടലി ഡിസപ്പോയിൻമെൻറ്റഡ് ആയിരുന്നു. ഇത് തന്നെയാണ് കേവ് എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയൊരു ഇത് ചെയ്തിട്ട് പാലം പോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴെ കാണുമ്പോൾ ഒരു കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് കുഴിക്കകത്ത് നമ്മളെ കാണുന്നത് പോലെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ മറൈൻ ഡ്രൈവിൽ ഒരേ സെയിം തീം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഗുണ കേവ് എന്ന് പറയുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കും കുറച്ച് ആഴങ്ങളുണ്ടാകും, ചിലപ്പോൾ താഴെ നോക്കുന്ന പോലെ അല്ലെങ്കിൽ താഴെ ഇറങ്ങുന്ന പോലെയോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ അകത്തോട്ട് പോകുമ്പോൾ പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ പിള്ളേരുടെ ഒരു എന്താ പറയുക, പിള്ളേരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മളിങ്ങനെ പോയി നിന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ പിന്നെ കുറച്ച് മൃഗങ്ങളുടെ ഒരു ശില്പങ്ങളും ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടതാണ്, ഒരുപാട് തീംസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ വലുതായിട്ട് ഇതൊന്നും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. പിന്നെ പിള്ളേർ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഗുണ കേവിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടില്ലായിരുന്നു, കാരണം ഒന്നുമില്ല എൻ്റെ അകത്ത്. അതുകൊണ്ടാണ്. അപ്പോൾ പിള്ളേരെ കളിപ്പിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോയി. സ്റ്റോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് എപ്പോഴും പോലെ തന്നെ കുറേ മിഠായികളും തുണിത്തരങ്ങളും പിന്നെ കുറച്ച് എന്താ പറയുക, സോഫ, കട്ടിൽ, അങ്ങനെ ഓരോരുത്തർ സ്റ്റോൾ ഇടുമല്ലോ, അങ്ങനത്തെ കുറേ സ്റ്റോളുകളാണ് അകത്തുണ്ടായിരുന്നത്. ഇതാ സാൻഡ്ര ഒരു സ്റ്റോളിൽ നിന്ന് ഒരു ഇതെടുത്തിട്ട് സ്റ്റെത്തസ്കോപ്പ് എടുത്ത് തൻ്റെ സ്വന്തം ഹാർട്ടിൽ തന്നെ വെച്ചിട്ട് എന്നോട് പറയും, അമ്മ ഭയങ്കര സൗണ്ട് ഉണ്ട്. എന്നാൽ എൻജോയ് ചെയ്തു. സാൻഡ്ര ഡോക്ടറാണോ എന്നാണ് അവളുടെ വലിയൊരു ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ഷെറിന് ഇവിടെ വന്നപ്പോൾ ഒരു 3D പിക്ചർ, ആക്ച്വലി അകത്ത് ഞാൻ പറഞ്ഞില്ല ഒന്നും തന്നെ എൻജോയ് ചെയ്യാനില്ലായിരുന്നു കുട്ടികൾക്ക്. പിന്നെ അങ്ങനെ 3D പിക്ചർ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കയറിക്കോ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി അവൻ കുറച്ച് നേരം അതിൻ്റെ അകത്തോട്ട് എൻജോയ് ചെയ്തു. പിന്നെ എന്താ പറയുക, കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്തൊക്കെയോ മേടിച്ചു. ഞാൻ അതൊന്നും അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും കാണിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ. പക്ഷേ ഒരു ഗുണ കേവ് എന്ന് പറയുമ്പോൾ അതില്ല എന്തോ മിസ്സിങ്. അപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതങ്ങ് മിസ്സായിപ്പോയി ഇന്നലെ. അപ്പോൾ ഇവൻ 3D പിക്ചർ കണ്ട് വീഴുന്ന പോലെയൊക്കെ പോകുന്നു. ഇതൊക്കെ സത്യമായിരിക്കും. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ 3D പിക്ചറിൽ കയറി പേടിച്ചിട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. 3D ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ഫുഡ് സ്റ്റോൾ, എൻ്റെ ഒടുക്കത്തെ വില, ഒരു പാനിപ്പൂരിക്ക് 75. ഞാൻ ആ പരിസരത്തോട്ടേ പോയില്ല. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. ഇതൊക്കെ മീനുകളാട്ടോ. ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ്, അടിപൊളി വീഡിയോസ് ആയിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി. പക്ഷേ വലുതായിട്ട് എനിക്ക് അവിടെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്. ഗുണ കേവിൽ വരുന്നവരെ അറിഞ്ഞു, അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഗുണ കേവ് കാണണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോകണം.